ഒരുപാട് പാഠങ്ങളുണ്ടോ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പടച്ചവനെ, ആ സ്വഹാബികളുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ആ സ്വഹാബികളുടെ ജീവിതം നമുക്കൊന്ന് പഠിച്ചു നോക്കാം. മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കുന്നത് നല്ലതാണല്ലോ. സാധാരണ ഒരു സ്വഹാബിയല്ല ഉസ്മാൻ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ആ ഉസ്മാൻ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിലെ ദുആയിക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. നബിതങ്ങൾ ഇങ്ങനെ ഈന്തപ്പന തോട്ടത്തിന്റെ അകത്തിരിക്കുമ്പോ വാതിലിന്റെ ഭാഗത്ത് ഇങ്ങനെ അനുവാദം ചോദിക്കുന്നുണ്ട്. ആരാന്നറിയില്ല. നബിതങ്ങൾ ആ കാവൽ നിൽക്കുന്ന സ്വഹാബിയോട് പറഞ്ഞു, ആ വാതിൽ തുറന്നിട്ട് ആ പുറത്തു നിൽക്കുന്ന മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞേക്കാൻ. സഹാബി ഓടിച്ചെന്ന് വാതിൽ തുറക്കുമ്പോ പുറത്തു നിൽക്കുന്നത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. കുറെ കഴിഞ്ഞപ്പോ രണ്ടാമതൊരു ശബ്ദം കേട്ടു. അപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, ആ പുറത്തു നിൽക്കുന്ന ആളോട് പറയണം സ്വർഗത്തിലാണെന്ന്. ചെന്ന് തുറന്നു നോക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. മൂന്നാമതും ശബ്ദം കേട്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, പുറത്തു നിൽക്കുന്ന ആളോട് പറയണം സ്വർഗത്തിലാണെന്ന്. പക്ഷെ ഒരു കാര്യം കൂടെ എക്സ്ട്രാ നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇത്തിരി പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും. ഇതൊന്ന് ഓർമ്മപ്പെടുത്താൻ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, ഇത്തിരി പ്രയാസവും ദുരിതമൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞേക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ആയിരുന്നു ആ വാതിലിന്റെ മുമ്പിൽ. ആ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം നമ്മളൊന്ന് വായിച്ചു നോക്കിക്കുക, പഠിക്കാൻ കഴിയും. ഒന്ന് കരയും വായിച്ചാൽ. ഇവിടെ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം വായിച്ചാൽ പടച്ചവനെ സങ്കടപ്പെടുത്തും. ഇവിടെ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം നമുക്കാർക്കും അറിയില്ല. ഉസ്മാൻ തങ്ങളുടെ ചരിത്രം അബൂബക്കർ തങ്ങളുടെ ചരിത്രം പോലെയല്ല, ഉമർ തങ്ങളുടെ ചരിത്രം പോലെയല്ല. ഉസ്മാൻ തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ സങ്കടം തോന്നുമ്പോഴോ നമുക്ക്. ഉസ്മാൻ തങ്ങളുടെ വഫാത്തൊക്കെ നമുക്ക് മനസ്സിന് വല്ലാത്ത വേദനയുണ്ടാക്കും. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആ സ്വഹാബികളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ചില പാഠങ്ങൾ എന്താണ്? ഉസ്മാൻ തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ഉസ്മാൻ തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ആ സ്വഹാബിയുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. ആ സ്വഹാബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കിയാൽ ആ സ്വഹാബിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? 2026 ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു മോനെ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു പ്രത്യേകത എന്താണ്? വല്ലാത്ത ലജ്ജയായിരുന്നു. സാധാരണ മനുഷ്യനെ പോലെയല്ല, സാധാരണ ഒരാളെ പോലെയല്ല, വല്ലാത്ത ഒരു ലജ്ജയായിരുന്നു. പടച്ചവനെ, ഉസ്മാൻ തങ്ങളുടെ ലജ്ജയെ കുറിച്ച് പഠിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ലജ്ജയെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആ ചരിത്രത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോകണം സഹോദരാ. ഉസ്മാൻ തങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. അല്ലാഹുവേ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അതാ പടച്ചവനെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബികളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 40-ാമനായിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പാഠമെന്തെന്നറിയോ? ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയാ, ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കടന്നു വരികയാണ്. നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. നബി തങ്ങളുടെ ഉപദേശങ്ങൾ കേട്ടു. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിമാവുകയാ. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ശഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിമാവുകയാണ്. ഉസ്മാൻ തങ്ങൾ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിച്ചിട്ട് ഉസ്മാൻ തങ്ങൾ അവിടുന്ന് മുസാഫഹത്ത് ചെയ്തു. പെങ്ങളെ, ആ
മുസാഫഹത്ത് ചെയ്ത വലത് കൈയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച വലത് കൈയുണ്ടല്ലോ, 83 വയസ്സ് വരെ ഉസ്മാൻ തങ്ങളെ ജീവിച്ചു. പെങ്ങള് എടാ ചെറുപ്പക്കാരാ, 83ാമത്തെ വയസ്സിലാണ് ഉസ്മാൻ തങ്ങൾ ലോകത്തോട് വിട പറയുന്നത്. 83 വയസ്സ് വരെ ജീവിച്ച ഉസ്മാൻ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈയുണ്ടല്ലോ, ആ കയ്യിൽ പിടിച്ച വലത് കൈ കൊണ്ട് മരിക്കുന്ന കാലം വരെ ഉസ്മാൻ തങ്ങള് സ്വന്തം ഔറത്തിൽ പോലും അവിടെ നിന്ന് തൊട്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലൊന്ന് തൊട്ടത് കാരണം, നബി തങ്ങളുടെ കയ്യിലൊന്ന് മുസാഫഹത്ത് ചെയ്തത് കാരണം മരിക്കുന്ന കാലം വരെ 83 വർഷം ജീവിച്ച ഉസ്മാൻ തങ്ങള് ആ വലത് കൈ കൊണ്ട് മറ്റൊരാളുടെയല്ല സ്വന്തം ഔറത്തിൽ പിന്നെ തൊടാൻ ലജ്ജയായിരുന്നു. നബി തങ്ങളെ തൊട്ട കൈയല്ലേ, ആ കൈ കൊണ്ട് സ്വന്തം ഔറത്തിൽ തൊടാൻ ലജ്ജയായിരുന്നു. ഇതായിരുന്നു ഉസ്മാൻ തങ്ങളുടെ ക്വാളിറ്റി, ഇതാണ് വല്ലാത്ത ലജ്ജയായിരുന്നു. നമ്മളെ പോലെയല്ല. പടച്ചവനെ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം ലജ്ജയെ കുറിച്ച് അറിയണമെങ്കിൽ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. ഭാര്യയും ഭർത്താവും ഇങ്ങനെ കിടക്കുകയാണ്. പടച്ചവനെ, അപ്പോഴാണ് വീടിന്റെ വാതിൽ ഒരു സലാം കേൾക്കുന്നത്. ആരാ സലാം പറയുന്നത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ വാതിലിന്റെ മുമ്പിൽ വന്ന് സലാം പറയുകയാണ്. നബി തങ്ങൾ അനുവാദം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. എഴുന്നേറ്റില്ല ചെറുപ്പക്കാരാ. എങ്ങനെയാണോ കിടന്നത്, എങ്ങനെയാണോ കിടന്നത് അതുപോലെ നബി തങ്ങൾ അതുപോലെ കിടക്കുകയാണ്. അബൂബക്കർ തങ്ങൾ കേറി വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്ന് സംസാരിച്ചു. ആയിഷ ബീവി ഇരിക്കുന്നുണ്ട്. നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് അബൂബക്കർ തങ്ങൾ ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഉമർ തങ്ങൾ വന്ന് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അതുപോലെ കിടക്കുകയാണ്. മുത്തുനബി അതുപോലെ കിടക്കുകയാണ്. പടച്ചവനെ, ഉമർ തങ്ങൾ നബി തങ്ങളുടെ ചാരത്ത് വന്നിരുന്നു, സംസാരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുമ്പിൽ ഒരു സലാം കേൾക്കുകയാണ്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സലാം പറയുമ്പോ നബി തങ്ങൾ ചാടി എഴുന്നേറ്റു. പെങ്ങളെ, ആയിഷ ബീവിയുടെ മടിയിൽ കിടന്ന നബി തങ്ങളുണ്ടല്ലോ, അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. വസ്ത്രം നേരെ ഇടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കമീസ് അല്പം ഇങ്ങനെ പൊങ്ങിയിരുന്നു. പെട്ടെന്ന് വസ്ത്രമൊക്കെ നേരെ ഇടുകയാണ്. ഉസ്മാൻ തങ്ങളുടെ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. അവിടെ നിന്ന് സംസാരമെല്ലാം കഴിഞ്ഞിറങ്ങിപ്പോയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് മഹദിയായ ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, വാപ്പ വന്നപ്പോ നിങ്ങൾ അതുപോലെ കിടന്നല്ലോ. അബൂബക്കർ തങ്ങൾ വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റില്ല. ഉമർ തങ്ങൾ വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റില്ല. പക്ഷേ ഉസ്മാൻ തങ്ങൾ വന്നപ്പോ എഴുന്നേറ്റല്ലോ നബിയേ, വസ്ത്രം നേരെ ഇട്ടല്ലോ നബിയേ, എന്തു പറ്റി നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, ആയിഷ, ഉസ്മാനിന് വല്ലാത്ത ലജ്ജയാണ് ആയിഷ, ഉസ്മാനിന് വല്ല